നിങ്ങൾക്ക് എന്താ മുജാഹിദീങ്ങളെ പ്രസംഗം കേട്ടാലുള്ള ബേജാറ്? ഞങ്ങളെല്ലാവരും പറയെന്താ നിങ്ങളെ പ്രസംഗം കേട്ടുള്ളൂ, ഒറ്റ വഹാബിയും പ്രസംഗം കേൾക്കൂല. ഇപ്പം ലൈവില് നമ്മളെ പരിപാടി ഉണ്ട്, ചെന്നോക്കാണി അവിടെ ഇങ്ങനെ കുരു പൊട്ടിച്ച് നിൽക്കാന്നല്ലാതെ പറയണോന്ന് കേൾക്കൂല, ഒരൊറ്റ അക്ഷരം വഹാബികൾ കേൾക്കൂല. എന്നാൽ ഇവിടെ ഡയലോഗോ പരലോകം പോലെ തന്നെ ഡയലോഗിലൊരു കുറവുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഓല പ്രസംഗം കേൾക്കാൻ പോകരുതെന്ന് പറഞ്ഞതാ മൂപ്പര അടുത്ത ബേജാറ്. പലപ്പോഴും സമസ്ത ആളുകൾ പറയാറുണ്ട്, പലപ്പോഴും അല്ല എപ്പോഴും, മുജാഹിദീങ്ങളുടെ പ്രഭാഷണം കേട്ടു പോകരുത്. ആ ബൈക്കേ പോകരുത്. എന്താ ഇത് പറയാൻ? ഇത് സ്വകാര്യം പറയുന്ന വിഷയമൊന്നുമല്ല. അങ്ങനെ തന്നെയല്ലേ സിനിമകളിൽ പോകരുത് എന്നല്ലേ ഞങ്ങൾ പറയേണ്ടത്, കള്ളുടിച്ചാൻ പോകരുത് എന്നല്ലേ പറയേണ്ടത്. അതിനേക്കാളും ഡേഞ്ചർ അബിദത്ത് കേൾക്കാൻ പോകരുത് എന്നല്ലേ. എന്തുകൊണ്ട് അവർ ഭയക്കുന്നു? അതോ പറഞ്ഞുതരാ. എന്തുകൊണ്ടാ ഭയക്കണെന്നറിയോ? പച്ചക്ക് ആയത്ത് നിങ്ങൾ നിഷേധിക്കും, പച്ചക്ക് ഖുർആൻ നിങ്ങൾ വ്യഭിചരിക്കും, പച്ചക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ നിങ്ങൾ വളച്ചൊടിക്കും. നിങ്ങൾ ആലോചിക്കും, മുമ്പ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാർത്തിങ്ങ പോയി ഇസ്തിഗാസ നടത്താൻ പഠിപ്പിക്കുന്ന ഒരായത്തുണ്ട്, വലൗ അന്നഹും യളമു അൻഫുസഹും. ആ ആയത്ത് നമ്മൾ ഓതിക്കൊടുത്തപ്പോ ഒരു ഉളുപ്പില്ലാതെ ഈ ചങ്ങായി ഒറ്റ ശ്വാസത്തിൽ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു ആയത്തെ ഖുർആനിലില്ല. മുസ്ലിമീങ്ങളെ, ഇതൊരു പുരോഹിതൻ സ്റ്റേജ് കെട്ടി പറഞ്ഞാൽ നിങ്ങൾക്കറിയോ ഈ ആയത്തിന്റെ അവസ്ഥ എന്താണെന്ന്? നമ്മൾ ഒരുപാട് കാലം പറഞ്ഞു അങ്ങനെ ആയത്തുണ്ട് മോമിനീങ്ങളെ, സുന്നത്തിയമായത്ത് വിശ്വസിച്ചു. പക്ഷെ ഈ മൂല്യമാര് തട്ടിപ്പാണ് എന്നതൊരു ഷഹാദത്ത് കലിമയായി സ്വീകരിച്ച കുഞ്ഞാടുകൾ, അതാണ് വഹാബികൾ. നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും വിശ്വസിച്ചില്ല. അവസാനം പിന്നെ എന്ത് ചെയ്തു? വഹാബി പുരോഹിതന്മാര് തമ്മു തെറ്റി. അപ്പതാ വന്ന് പറയണേ, ബാലുശ്ശേരി പണ്ട് പറഞ്ഞു വലവന്നവും മില്ലലും പറഞ്ഞ ആയത്തന്നല്ലാന്ന്, ഒന്നല്ല 4 ഉണ്ട് അപ്പുറത്തെ മൗലവി. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിശുദ്ധ ഖുർആനിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളത്. മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ വ്യക്തി തന്നെ പ്രസംഗിച്ച ഒരു പ്രസംഗം, ആ പ്രസംഗത്തിലെ ഒരു പരാമർശം, അപ്പൊ പറയും വലവു അന്നവും അങ്ങനെ ഒരു ആയത്തന്നെ ഖുർആനിൽ. കണ്ടങ്ങള് പച്ച നോണിയാ, സാധാരണക്കാർക്ക് അറിയോ? നിങ്ങൾ പെട്ടുപോകൂലേ? നിങ്ങൾ വഞ്ചിക്കപ്പെടൂലേ? മുസ്ലിമീങ്ങളെ അടുത്തു പോകരുത്. അതങ്ങനെയാണ്. നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, ആ മുസ്ലിമീങ്ങളായിട്ടൊക്കെ നമ്മൾ നല്ല സൗഹൃദത്തിൽ പോകണം. എന്നാൽ വഹാബികളായിട്ട് പോകരുത്. ക്യാൻസർ പോലെയല്ല കൊറോണ, അത് മൂക്ക് ചൂടും എല്ലാം പൊത്തിയിട്ട് ആ വഴിക്ക് പോകാൻ പറ്റുള്ളൂ. നെട്ടൂലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാന്റെ ഖുർആനിലെ 4 ആയത്ത് ഒറ്റ ശ്വാസത്തിൽ വെട്ടിയേക്കുക, നെട്ടേ ചെയ്യുള്ളൂ. ഇല്ല, ഒരു സ്ഥലത്ത് നിന്നല്ല ഞങ്ങൾ ഇതൊക്കെ ചോദിക്കുന്നുണ്ടേ. പക്ഷെ ഭയങ്കര പരലോകം തെളിവൊക്കെ ചോദിക്കുന്ന സാധനങ്ങളല്ലേ വില. എന്തൊരു വർത്താൻ ആലോചിച്ച് നോക്കി നിങ്ങൾ. ഈ പഹയന്മാർ ഈ വൗലവി ഈ പ്രസംഗിച്ചു പോകുമ്പോ ആ മുസാഫ് ഒന്ന് എടുത്തോക്കണ്ടേ? അങ്ങനെ ഒരു ആയത്ത് അവിടെ ഉണ്ടോല്ലേന്ന്. എന്നാ അതെന്നെങ്കിലും ഒന്ന് അർത്ഥറിയില്ലെങ്കിലും കണ്ണുകൊണ്ടെങ്കിലും കണ്ടൂടെ? ഇല്ല, ഞമ്മളുണ്ട് പറഞ്ഞ് നാടൊട്ടുക്കും പ്രസംഗിച്ചായിരുന്നു. വഹാബികള് മുസാഹിഫ് ഒന്നും എടുത്തു നോക്കിയില്ല. ഈ മോലിയർ പറയുന്നതിൽ വല്ല സത്യം ഉണ്ടോ നോക്കണ്ടേ? എടുത്തു നോക്കിയില്ല. കാരണം എന്താ? മോലിയന്മാര് നുണയെ പറയുള്ളൂ എന്നുള്ളതാണ് വഹാബികളെ ഷഹാദത്ത് കലിമ. അതുകൊണ്ട് പിന്നെ എടുത്തു നോക്കേണ്ട ആവശ്യമല്ല. പിന്നെ തമ്മ് തെറ്റിയപ്പോ അപ്പുറത്തെ വഹാബികൾ എന്നത് പറയാൻ തുടങ്ങി. 4 ആയത്തുണ്ട് ഖുർആനില്, ഒരായത്തല്ല 4 ആയത്തുണ്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ. വലവു അന്നഹും എന്ന് തുടങ്ങുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന് പരസ്യമായി ഇദ്ദേഹം പ്രസംഗിക്കുക. പച്ച നോണിയാ പറഞ്ഞത്. സാധാരണക്കാർക്കറിയുമോ? നിങ്ങൾ ഇവരുടെ പ്രസംഗം കേട്ടാൽ പെട്ടുപോകൂലേ മുഅ്മിനീങ്ങളെ? ഇതൊരാൾ എടുത്ത് ക്ലിപ്പാക്കി. അതെ, ഞങ്ങൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് ക്ലിപ്പാക്കിയിരിക്കണ്. ക്ലിപ്പാക്കിയിട്ട് കേരളത്തിൽ ഇറങ്ങിയിട്ട് പൊതുജനങ്ങളോട് പറയാ, അല്ല നമ്മുടെ ബാലുശ്ശേരിക്കാരൻ മൗലവി എന്ന് പറയുന്ന ആള് അള്ളാന്റെ പേരിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു. കാരണം ഞങ്ങളിത് നാടൊട്ടുക്കും പറഞ്ഞു. അന്ന് ഈ മൗലവി മറ്റേ ആളോട് തെറ്റിയിട്ടില്ല. അപ്പൊ ഇയാള് മുണ്ടാതിരുന്നു. എന്നാ ഇയാൾ അന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? 4 മുണ്ടിയില്ല. തെറ്റിയപ്പം പറഞ്ഞു അല്ല 4. വലവു അന്നഹും എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് ഖുർആനിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 103-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വലവു അന്നഹും ആമനൂ വത്തഖൗ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈറുൻ ലൗ കാനൂ യഅലമൂൻ. വിശുദ്ധ ഖുർആനിലെ ആയത്ത് തുടങ്ങിയത് വലവു അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ സൂറത്ത് മാഇദയിലെ 66-ാമത്തെ ആയത്തിൽ കാണാം, വലവു അന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം. തുടങ്ങിയത് വലവു അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ മറിച്ചാൽ കാണാം, അതേ സൂറത്തു തൗബയിലെ 59-ാമത്തെ ആയത്ത്, വലവു അന്നഹും റദൂ മാ
അപ്പൊ ചുരുക്കി പറഞ്ഞ കുനുകുനേന ആയത്തുണ്ട്. മൗലവിക്ക് അത് നിഷേധിക്കാൻ ഒറ്റ ശ്വാസം ഒരു കാറ്റ് ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. ഇത് സാധാരണക്കാർക്ക് അറിയില്ല. എന്നാൽ സഹോദരങ്ങളെ, ഇതുപോലെ അള്ളാഹുവിന്റെ ഖുർആൻ കബളിപ്പിച്ച് ഹദീസുകളെ നിഷേധിച്ച് ആയത്തുകൾ വെട്ടിക്കുറച്ച് നിഷേധിച്ച് രംഗപ്രവേശനം ചെയ്യുന്ന കക്ഷിത്വം